നമ്മൾ ഒരു മാസമായി കച്ചവടം ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല കച്ചവടം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. അപ്പം നിലവിൽ നേരത്തെ കുറച്ച് പേര് തട്ടുകടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഒന്നും പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ സ്വന്തം നാടായ ഭരതന്നൂരിൽ ദേ ഈ വരുൺ ചേട്ടനും പ്രവീൺ ചേട്ടനും കൂടി ഇട്ടൊരു കുഞ്ഞു തട്ടുകടയാണ് കേട്ടോ ഇത്. സത്യത്തിൽ മുൻപ് ഈ സ്ഥലത്ത് തട്ടുകട ഇട്ടിട്ടുള്ളവരാരും വിജയിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇവരുടെ ഈ തട്ടുദോശയും കറികളുടെയും രുചി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഒരു തവണ കഴിച്ചവർ വീണ്ടും ഇവിടെ തന്നെ വരുന്നതും. നമ്മൾ ഒരു ദിവസം കട തുറന്നില്ലെങ്കിൽ പോലും ആൾക്കാർ വിളിച്ച് തിരക്കുന്നുണ്ട്, ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് തുറന്നില്ല എന്നുള്ളത്. അത് കാരണം അത്രത്തോളം അവർക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാവാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അവർ നാച്ചുറൽ സാധനങ്ങളല്ലാതെ വേറൊന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെ ദോശയും ചമ്മന്തിയും സാമ്പാറും മുളകേറിയും രസവടയും പപ്പടവും ഓംലറ്റുമാണ് ഉള്ളത്. ഗ്യാസിന്റെ ലഭ്യതക്കുറവ് കാരണം വിറകടുപ്പിലാണ് പാചകമൊക്കെ. ദോശയുടെയും കറികളുടെയും ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. കൂടെയുള്ള രസവടയും കിടുവായിരുന്നു. ഏത് സ്ഥലത്താണെങ്കിലും നല്ല രുചികരമായിട്ട് ആഹാരം കൊടുക്കുന്നിടത്ത് എന്തായാലും ആൾക്കാർ വരുമെന്ന് തെളിയിച്ചവരാണ് കേട്ടോ ഇവർ രണ്ടുപേരും. അപ്പോൾ ഇത്രയും കിടിലൻ തട്ടുദോശയും കറികളും കിട്ടുന്ന കട്ടനും ദോശയും എന്ന തട്ടുകടയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഭരതന്നൂർ GHSS സ്കൂളിന് അടുത്തായിട്ടാണ് കേട്ടോ.